കുട്ടികൾ കാണുന്ന തസ്മൈ ഗുരുജിയുടെ ശിഷ്യഗണങ്ങൾ എന്നറിയപ്പെടുന്ന കുട്ടികൾ കാണുന്ന ഈ ദൈവവും ഈ മയിലിന്റെ പുറത്ത് കയറിയതും അതൊക്കെ യഥാർത്ഥം തന്നെയാണോ? അത് യഥാർത്ഥം ഉണ്ടെങ്കിലും അതായത് ഗണപതിയായിട്ട് കളിച്ചെന്നും ഫുട്ബോൾ കളിക്കുന്നതൊക്കെ യാഥാർത്ഥ്യമുണ്ട്. യഥാർത്ഥമാണ്. പക്ഷെ അതിൽ ചെറിയൊരു ഇതുണ്ട്. 2050 2075 പിന്നെ ഹൈടെക്കിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. ആ ജീവിതശൈലി വരുമ്പോഴും ഈ ദൈവത്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഈ താങ്കൾ തന്നെ കേരളത്തിന്റെ വേറൊരു ഭാഗത്ത് വണ്ടിയിലൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആരെങ്കിലും തിരിച്ചറിയാമോ താങ്കൾക്ക് ഇവിടെയാണെന്ന്? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന താങ്കളാണ് ഒറിജിനൽ. ആ യാത്ര ചെയ്തിട്ട് താങ്കളാണ് ഒറിജിനൽ. എങ്ങനെ തിരിച്ചറിയാം? ഞാൻ ഏലിയൻസ് എന്നാണ്. ഒരേ സമയം ഇവിടെ ഇരിക്കുന്ന ആൾ തന്നെ അവിടെയും കാണുക എന്ന് പറഞ്ഞാൽ അത് ദിവ്യശക്തിയാണോ? അതെന്താണ്? ചില സ്ഥലത്തൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും മുതുവിൽ കൈ കൊണ്ട് കറക്റ്റ് അടിച്ച് തള്ളിയിടും. ഒരാൾ രൂപത്തെയും കാണും. യൂസഫ് അലി അയാൾക്ക് കുറച്ച് ദാനം ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അയാളല്ല ചെയ്യണത്, അയാളെ ഏതോ ശക്തി സ്വാധീനിക്കുന്നുണ്ട്. ആ ശക്തിയാണ് അയാളിലൂടെ ഇതൊക്കെ ചെയ്യുന്നത്. സാധാ ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ആയിരിക്കാം. നമ്മളെ ബോധ മനസ്സിലോട്ട് നമുക്ക് ഇൻഫർമേഷൻ തരും. അയ്യോ അത് ചെയ്യില്ലേ എന്ന് ഉള്ളിൽ നിന്നൊരു അതാണ് മനസ്സാക്ഷി കുത്തൊന്നും ഈ ഉൾഭയം എന്നൊക്കെ പറയുന്ന സാധനം അതാണ്. അത് ഈ നേരത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ആ അകത്തത് വരുന്നത്. ഇപ്പോൾ ഒരു എക്സ്പീരിയൻസും ഇല്ല, ദൈവം ഏത് ദൈവം എന്നൊക്കെ പറഞ്ഞ നിരീശ്വരവാദം പഠിച്ച് നടക്കുന്ന വ്യക്തി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊന്നും അവർ തുടങ്ങിയതേ ഉള്ളൂ. അവരുടെ തുടക്കമുള്ളൂ. നിരീശ്വരവാദികൾ എന്ന് പറയുന്നത് അവരുടെ ജന്മത്തിന്റെ തുടക്കമാണ്. അവര് നിരീശ്വരിച്ച പല ടൈപ്പ് ഉണ്ട് കേട്ടോ. നമ്മളീ കാണുന്ന നിരീശ്വരവാദം എന്ന് പറയുന്നത് മിക്കതും ഈ പുരോഹിതന്മാരും ഈ കാണിക്കുന്ന വേലത്തരോ കണ്ട് വെറുത്ത് വരുന്നൊരു നിരീശ്വരവാദമുണ്ട്. അതുകൊണ്ട് ഈ പ്രപഞ്ചശക്തി അതൊക്കെ പണ്ടേ ഉള്ളു, ഇതൊന്നും ഒരു നിയന്ത്രണമോ ഇങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് മൊത്തം ഒഴിവാക്കി കളയുന്ന നിരീശ്വരവാദമുണ്ട്. അതാണ് തുടക്കക്കാർ. അവരാണ് തുടക്കക്കാർ. ഇനി അവർ ഭക്തരായി മാറണമെങ്കിൽ എത്ര പ്രാവശ്യം വന്നും പോയും ജന്മങ്ങൾ അവിടെ ചെന്ന് ആത്മാവിനായിട്ട് പീഡിപ്പിച്ചും ശിക്ഷിച്ചും വരുമ്പോൾ അവർക്ക് അകത്തുനിന്ന് ആ ദൈവഭയം തന്നെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ വരാൻ തുടങ്ങും. അതിനുശേഷം അവർ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിലോട്ട് അവരെത്തുള്ളൂ. അപ്പോൾ ഈ കുട്ടികൾ കാണുന്ന തസ്മൈ ഗുരുജിയുടെ ശിഷ്യഗണങ്ങൾ എന്നറിയപ്പെടുന്ന കുട്ടികൾ കാണുന്ന ഈ ദൈവവും ഈ മയിലിന്റെ പുറത്ത് കയറിയതും അതൊക്കെ യഥാർത്ഥം തന്നെയാണോ? അത് യഥാർത്ഥം ഉണ്ടെങ്കിലും അതായത് ഗണപതിയായിട്ട് കളിച്ചെന്നും ഫുട്ബോൾ കളിക്കുന്നതൊക്കെ യാഥാർത്ഥ്യമുണ്ട്. യഥാർത്ഥമാണ്. പക്ഷെ അതിൽ ചെറിയൊരു ഇതുണ്ട്. കാരണം ആ ഗുരു ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെ സ്റ്റാർ മെഡിറ്റേഷനിലൂടെ അവരെ ബോധ മനസ്സിനെ മാറ്റി ഉപോധ മനസ്സിനെ ഉണർത്തുന്ന ടെക്നിക്കാണ് ചെയ്യുന്നത്. അതിപ്പോൾ സ്റ്റാറൊന്നും വേണ്ട. പണ്ടുള്ളവർ പറയും മെഴുകുതിരി എത്തിച്ചിട്ട് ആ തീത്തനെ നോക്കിയിരുന്ന് അതിരുന്ന് തന്നെ ഉപബോധ മനസ്സിനെ ഉണർത്തുക. കാര്യം കോൺസെൻട്രേഷനാണ് മെയിൻ. മനസ്സിലായി? നമ്മളെ ബോധ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകളും കാര്യങ്ങളെല്ലാം കളയണം. നമുക്ക് ആരുടെടുത്തും ദേഷ്യം പാടില്ല, എല്ലാവരുടെടുത്തും ക്ഷമ വേണം. അങ്ങനെ കുറേ പോസിറ്റീവ് എനർജിയിൽ നിന്ന് വേണം നമ്മളിത് ചെയ്യാൻ. ഈ പറഞ്ഞതുപോലെ തന്നെ മാംസം അതൊക്കെ ഒഴിവാക്കി അത്രയും എനർജി ബൂസ്റ്റാണ്. അങ്ങനെ ഫുൾ ബാക്കി ചിന്തകളെല്ലാം കളഞ്ഞ് എന്തിലാണോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണത് അതിലൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഉപബോധ മനസ്സിനെ ഉണർത്തുകയാണ്. ഇതൊരു കൊച്ചു കുട്ടിക്കാണെങ്കിലും പെട്ടെന്ന് പറ്റും. കാര്യം അവൻ്റെ ബോധബന്ധത്തിൽ ഒരുപാട് ടെൻഷനൊന്നുമില്ല. കളങ്കം അത് പിള്ളേർക്ക് വീട്ടുകാര്യങ്ങൾ നോക്കാൻ അങ്ങനെയൊന്നും ഇല്ലാത്തവർക്ക് പെട്ടെന്ന് ബോധ മനസ്സ് ഡൗൺ ആയിട്ട് ഉപബോധ മനസ്സ് പെട്ടെന്ന് കയറി വരുമ്പോൾ തലച്ചോറിൽ എന്താണോ നമ്മുടെ സങ്കല്പം അതിലൂടെ ഈ പവേഴ്സിനെ ആത്മാവ് അങ്ങനെ ആ രൂപത്തിൽ കാണും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇനി പ്രത്യേകിച്ച് ഇന്ന രൂപമൊന്നുമില്ല, നമ്മുടെ അറിവും കൂടെ മിക്സ് ചെയ്താണ് ഈ രൂപത്തെ കാണുന്നത്. അപ്പോൾ കൊച്ചുകുട്ടിയുടെ മനസ്സിൽ ഈ ആ പവറിനെ കാണുമ്പോൾ ആ കൊച്ചുകുട്ടിക്ക് ആ പവർ കാണിക്കുന്ന രൂപം ആ കൊച്ചുകുട്ടിക്ക് ദഹിക്കുന്ന രീതിയിലാണ് കാണിച്ചു കൊടുക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ആ കൊച്ചുകുട്ടിയുടെ മനസ്സിൽ കാർട്ടൂൺ വഴിയോ കണ്ട പിക്ചറുണ്ട്. അതേസമയം ഞാൻ കാണുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല ആ ശക്തിയെ കാണുന്നത്. വേറൊരു ക്രിസ്തീയ ലെവലിൽ നിൽക്കുന്ന ആൾ കാണുന്നത് വേറെ രീതിയിലായിരിക്കും. കൊച്ചുകുട്ടിയാണ്ട് ആ ശക്തിയെ ആ രൂപത്തിൽ കാണുന്നു. അപ്പോൾ കൊച്ചുകുട്ടീനെ ആത്മാവ് പോയി കാണുന്നുണ്ടോ എന്ന് വെച്ചാൽ പോയി കാണുന്നുണ്ട്. ആ രൂപം ആ കൊച്ചിന് മാത്രമുള്ളതാണ്, മറ്റാർക്കും അതില്ല. മറ്റവർക്ക് വേറെ രൂപത്തിലായിരിക്കും. 2050 2075 ഈ വർഷം 3000 ഒക്കെ ആകുമായിരിക്കും. അപ്പം നമ്മളൊന്നും ഉണ്ടാവില്ല. അന്നും ഈ പറഞ്ഞ ശക്തിയും ഇല്ല ഇത്തരം ചിന്താഗതികളൊക്കെ അന്ന് കൂടുതലായിരിക്കുമോ എന്ന് വെച്ചാൽ നമ്മൾ അന്ന് ജനറേഷനൊക്കെ മാറി പിന്നെ ഹൈടെക്കിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. ആ ജീവിതശൈലി വരുമ്പോഴും ഈ ദൈവത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ആ ജീവിതശൈലിയിൽ തന്നെ ഈ ദൈവിക പ്രപഞ്ച തത്വങ്ങൾ ആ മനുഷ്യർക്ക് അത് വച്ചിരിക്കുന്നത് ഒന്ന് തന്നെയായിരിക്കും. ടെക്നോളജി മാറിക്കൊണ്ടിരിക്കും. പണ്ട് കുതിരപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പം കാറിലും പ്ലെയിനിലും പോകുന്നു. നമ്മുടെ സ്വഭാവം മാറാൻ പറ്റില്ലല്ലോ. ഇപ്പം കരുണ, ദയ, നീതി, ന്യായം ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സല്ലേ, ഇത് ഒരേപോലെ ആയിരിക്കും. അപ്പോൾ അന്ന് നമ്മൾ ചന്ദ്രനിലും എവിടെയും പോയി കഴിഞ്ഞാലും അവിടെ പോയി ചൊവ്വാഗ്രഹം എനിക്ക്, ശനി നിനക്ക് എന്ന് പറഞ്ഞാൽ അന്ന് ഈ വെട്ടിപ്പിടി ചെയ്യരുത്. അതെ. ഈ മനസ്സാണ് ആ പ്രകൃതിയുടെ നിയമത്തിൽ വ്യവസ്ഥയിൽ നിർത്തേണ്ടത്.
അല്ല ടെക്നോളജിയും രീതിയിലും കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കാം. പുതിയ പുതിയ ആശയങ്ങളൊക്കെ വരും, പുതിയ കണ്ടുപിടുത്തം. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഇവിടെ ചന്ദ്രനെ വസ്തു വാങ്ങിക്കുന്നത് പോലെ ചിലപ്പോൾ അന്ന് വേറൊരു ഗാലക്സി പോയി ആയിരിക്കും ചിലപ്പോൾ അന്ന് അവിടെ തർക്കവും ഒക്കെ നടത്തുന്നത്. അപ്പോഴും അത്യാഗ്രഹമുണ്ടോ, കാമമുണ്ടോ, കുക്കാർമിക്കുകയാണോ, പിന്നെ വ്യഭിചാരം ഉണ്ടോ? ഇപ്പോൾ ഒന്നിച്ച് ആയിരിക്കും ആണ് പെണ്ണ് പോണത്, അവർ വ്യഭിചരിക്കും. ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ മനുഷ്യൻ്റെ കാര്യങ്ങളെല്ലാം ദൈവികം അല്ലെങ്കിൽ ആ പ്രപഞ്ചം ക്ലിയർ ചെയ്യണത്. എപ്പോഴെങ്കിലും ഈ ഗാലക്സിയെ കാണാൻ അങ്ങ് ദൈവത്തോട് പറഞ്ഞു? ഞാൻ എന്നെ കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് എന്നെ ചിലപ്പോൾ എൻ്റെ കൈ പിടിച്ച് ഏതോ ഒരു ശക്തി എന്നിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്നത് എനിക്ക് അനുഭവപ്പെടാറുണ്ട്. അങ്ങനെ കൊണ്ടുപോയി പല സ്ഥലത്തും കറക്കിയിട്ടുണ്ട്. ഏത് ഗ്രഹത്തിൽ പോയിട്ടുണ്ട്? അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടത്. ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ കറങ്ങി 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 ഇങ്ങനെ കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ടുവരും. അപ്പോൾ പലതും ഞാൻ ഇങ്ങനെ കാണും. ഞാൻ എന്തൊക്കെയാണ് കണ്ടിട്ടുള്ളത്? ഇപ്പം എനിക്കിപ്പം ചന്ദ്രനെ കണ്ടിട്ടില്ല, പക്ഷേ നമുക്ക് ഈ ശക്തി എന്നെ കൊണ്ട് അവിടെയൊക്കെ കൊണ്ടുവന്ന് കറക്കുമ്പോൾ നമുക്ക് ഈ വലുതായിട്ട് കാണാം. അങ്ങനെ കണ്ടിട്ടുണ്ട്. സൂര്യൻ്റെ തീരോട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നതായിട്ടൊക്കെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു അനുഭവമാണത്. പക്ഷെ നമുക്ക് പൊള്ളില്ല. സ്വപ്പം നേരത്തേക്കായിരിക്കും, അല്പനേരത്തേക്ക് എന്നിട്ട് പിന്നെ തിരിച്ചു വരും. ചന്ദ്രനിലെ നീലാം സ്ട്രോങ് കാലുകുത്തി ഒരു കള്ളത്തരമാണ്, അങ്ങനെ ആരും പോയിട്ടില്ല. അവർ സ്റ്റുഡിയോയിൽ ഒരു സെറ്റ് ഇട്ടിട്ട് ചെയ്തതാണെന്ന് പറയുന്നു. ഇത് സംഭവിച്ചതാണെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങ് എപ്പോഴെങ്കിലും അങ്ങനൊരു? പക്ഷേ എന്നോട് ഇടപെടുത്ത ആ ശക്തി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു സമയത്ത് ഏലിയൻസ് മനുഷ്യനെ അവരുടെ ടെക്നോളജിയിലൂടെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മനുഷ്യനാണല്ലോ, മനുഷ്യൻ മൃഗമായി മാറി. ഇതെല്ലാം വെച്ച് അവരൊരു ലെവൽ കഴിഞ്ഞപ്പം ഇവരെ അങ്ങോട്ട് പരീക്ഷിക്കാൻ തുടങ്ങി. ഇവരെ അറ്റാക്ക് ചെയ്യാനും ഇവരെ കീറി മുറിച്ച് ഇവർക്ക് ഇതൊക്കെ പറ്റണമെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇവരുടെ ബ്ലഡ് ഇങ്ങനെ ഈ ഫോർത്ത് ഡയമെൻഷനുള്ള ഇവരോട് മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർ ഇപ്പുറത്തോട്ട് വരാതെ, അതായത് ഏലിയൻസ് മനുഷ്യനെ ഒരു കാലഘട്ടത്തിൽ സഹായിച്ചുകൊണ്ടിരുന്നു. പിന്നൊരു സമയത്ത് മനുഷ്യൻ ഈ സഹായിച്ചവരെ തന്നെ തിരിച്ചടിക്കാൻ തുടങ്ങി. അവരായിട്ട് പരീക്ഷിക്കാനും അവരെ അങ്ങോട്ട് ശല്യം ചെയ്യാനും തുടങ്ങിയപ്പോൾ അവർ പതുക്കെ അപ്പുറത്തോട്ട് മാറിയിട്ട് അവർ ഇടയ്ക്ക് വരെയുമ്പോൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്ത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നേരിട്ട് ഇപ്പം വരുന്നില്ല. അവർക്കൊരു ഭയമുണ്ട്. അപ്പോൾ ചന്ദ്രനിൽ കാല് കുത്തിയത് ശരിയാണോ? സഹായിച്ചിട്ടുണ്ടായിരിക്കാം, സഹായിക്കാൻ ചാൻസ് ഉണ്ട് അന്തര. പക്ഷേ ഇവരിപ്പോൾ സഹായിക്കുന്നില്ല, അതാണ് ഇപ്പോൾ അങ്ങനെ പറ്റുന്നില്ല. ഇപ്പം അത്രയോ വർഷത്തിന് ശേഷം സ്വന്തമായി അന്നത്തെ ടെക്നോളജി വെച്ച് ആക്കെയാണ് ഇപ്പം പിന്നെ തുടങ്ങിയത്. അന്ന് അവരുടെ ടെക്നോളജിയിൽ ഭയങ്കരമായി ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. അവരിവിടെ വരുന്നതിൻ്റെ ഇഷ്ടംപോലെ തെളിവുണ്ടല്ലോ. അവർക്ക് ഇവിടെ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിൽ പല സ്ഥലങ്ങളിലും ഈ എത്രയോ കിലോമീറ്റർ ദൂരം നോക്കുമ്പോൾ ലാൻഡിങ് പൊസിഷൻ കാണാനായിട്ടാണ് അവർ ഈ ഓരോ മലയുടെ മണ്ടയിലൊക്കെ ഓരോ പിക്ചറുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ദൂരം നോക്കുമ്പോൾ ഈ ഏലിയൻസ് ചെയ്ത് വെച്ചെങ്ങനെയാണ്. അപ്പോൾ അവർക്ക് എത്രയോ ദൂരം നിന്നും കൊണ്ട് വേറെ ഗ്രഹത്തിൽ നിന്നും കൊണ്ട് വരമ്പണ വഴിക്ക് ഇത് നമ്മളെ പ്ലെയിൻ ഇറങ്ങാനുള്ള സ്ഥലമാണെന്ന് പറഞ്ഞ് അവർക്ക് ഇറങ്ങാൻ വേണ്ടി അവർ തന്നെ ചെയ്ത് വെച്ചിട്ടുള്ള എത്രയോ കിലോമീറ്റർ ചുറ്റളവിലുള്ള പടങ്ങൾ ഭൂമിയിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ക്രോപ്പ് സർക്കിൾ എന്നും പറഞ്ഞ് ഈ എത്രയോ വയലുകളൊക്കെ അവർ അവരുടെ പിക്ചറും അവരുടെ മെസ്സേജുകളും ഒന്ന് കൊടുത്തിട്ട് പോകുന്നുണ്ട്. അതൊക്കെ അവർ ഈ ഇപ്പോഴത്തെ ഡയമെൻഷനിൽ വന്നിട്ട് ചെയ്തിട്ട് അവർ തിരിച്ച് ആ ഡയമെൻഷനിൽ പോകുന്നതാണ്. ഈ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടൈം ട്രാവൽ ആണോ? ടൈം ട്രാവൽ പെടും. മനുഷ്യർക്ക് അങ്ങനെ ഒരു സാധ്യതയാണ്. അതിന് മനുഷ്യൻ അത്രയും ടെക്നോളജി വികസിച്ച് ഭാവിയിൽ ചിലപ്പം വരാം. അങ്ങ് പോയിട്ട് വന്നു പറഞ്ഞു, അതൊരു ടൈം ട്രാവൽ ആയിരുന്നു. ആ ആത്മാവിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആത്മാവിന് പറ്റും. ഈ ശരീരത്തോട് ഈ ബോഡിക്ക് പോകുന്നുണ്ട് പറ്റില്ല. ഈ ബോഡിയോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും മീഡിയം കണ്ടുപിടിക്കണം. ഇതുവരെ കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. ചില ശാസ്ത്രജ്ഞന്മാർ മുമ്പ് അവരെല്ലാം ഈ ആത്മാവിനാണ് യാത്ര ചെയ്യുന്നത്. അവർ ആത്മാവിൽ യാത്ര ചെയ്യും. യാത്ര ചെയ്തിട്ട് അവർ ഞാൻ ടൈം ട്രാവൽ ചെയ്തു എന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ ഈ ടൈം ട്രാവൽ ചെയ്തു എന്ന് പറയുന്ന അപ്രത്യക്ഷമാകുന്ന പലരും മനുഷ്യരല്ല. അവർ ഫോർത്ത് ഡയമെൻഷനിൽ നിൽക്കുന്നവർ മനുഷ്യ രൂപത്തിൽ അല്ലെ മനുഷ്യ വേഷത്തിൽ ഇപ്പുറത്ത് വന്ന് അപ്പുറത്ത് ചാടി പോണതാണ്. അത് ഏലിയൻസ് ആണ്. ഇപ്പോഴും മനുഷ്യരൂപത്തിൽ പല ആവർത്തി ദൈവം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരൂപത്തിൽ തന്നെ ഏലിയൻസ് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ താങ്കൾ ഇവിടെ ഇരിക്കുന്നു. ഈ താങ്കൾ തന്നെ കേരളത്തിൻ്റെ വേറൊരു ഭാഗത്ത് വണ്ടിയിലൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആരെങ്കിലും തിരിച്ചറിയാൻ പോകണം താങ്കൾ ഇപ്പോൾ ഇവിടെയാണെന്ന്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന താങ്കളാണ് ഒറിജിനൽ. ആ യാത്ര ചെയ്തിട്ട് താങ്കളാണ് ഒറിജിനൽ. എങ്ങനെ തിരിച്ചറിയാം? ഞാൻ ഏലിയൻസ് എന്നാണ് പറയുന്നത്. അറിഞ്ഞൂടാ. ഇതേപോലെ ഒരാൾ ഉള്ളപ്പോൾ തന്നെ അവൻ്റെ അതേ രൂപത്തിൽ പല സ്ഥലം സഞ്ചരിക്കുകയും അവരവരുടെ കാര്യങ്ങൾ സാധിക്കുകയും ഇതിട്ട് തിരിച്ചു പോകാറുണ്ട്. അല്ല, ഒരുപാട് പേരുണ്ടെന്ന്, ഒരു 6 പേരോ 7 പേരോ ലോകത്ത് ഒരുപോലെ ഉള്ളവരുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് വേറൊരു വശം. നമ്മുടെ ഏലിയൻസ് സഞ്ചരിക്കുന്നതേ നമ്മുടെ രൂപം എടുത്തിട്ട് സഞ്ചരിക്കാം. അങ്ങനെയാണെങ്കിൽ ചില കൊലപാതകങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്യാം. അപ്പം എൻ്റെ രൂപത്തിൽ ഒരാളെ വന്നു, ഒരാളെ കൊല്ലുന്നു, കൊന്നിട്ട് അയാളങ്ങ് പോകുന്നു. അയാൾക്ക് താല്പര്യമില്ലാത്ത ഒരാളെ വെട്ടി അല്ലെങ്കിൽ അങ്ങനെ എത്ര പേര് അങ്ങനെ ആകുമ്പോൾ ഞാൻ ശിക്ഷിക്കപ്പെടില്ലേ? അങ്ങനെ എത്ര പേര് നിരപരാധികൾ അവിടെ കിടന്ന് അയ്യോ ഞാനല്ലേ എന്ന് വിളിച്ച് അകത്തിറക്കണമെന്ന് ആരൊക്കെ ഉണ്ടെന്ന് നമുക്കെങ്ങനെ അറിയാം? അവർ ഉറപ്പിച്ച് പറയും ഞാനല്ല എന്ന് പറയും. പക്ഷേ തെളിവ് അത്രയും അവൻ ചെയ്തതായിട്ടായിരിക്കും. അവിടെ ലൈവ് ക്യാമറയും കാര്യങ്ങളൊക്കെ കാണും.
അങ്ങനെയൊക്കെ ഉണ്ടായില്ലേ നമുക്ക് അറിഞ്ഞൂടല്ലോ. പക്ഷേ ഇങ്ങനെ അവർ ചെയ്യും എന്നുള്ള തിയറി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ചില സമയത്ത് ഈ ചില ദിവ്യശക്തി ഉള്ളവർ അല്ലെങ്കിൽ ഈശ്വര തുല്യനായിട്ടുള്ളവർ സായിബാബ പോലുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇരുന്നിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. മറ്റു രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ നിമിഷ നേരം കൊണ്ട് പോവുക, ഒരേ സമയം ഇവിടെ ഇരിക്കുന്ന ആൾ തന്നെ അവിടെയും കാണുക എന്ന് പറഞ്ഞാൽ അത് ദിവ്യശക്തിയാണോ, അതെന്താണത്? ഞാനവിടെ ഉണ്ടായിരുന്നു എന്ന് പറയണത് ഇതേ ശരീരമാവില്ല. ശരീരം ഇവിടെ ഇരിക്കുകയില്ലേ, ശരീരം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ചില യോഗികൾ പോയിട്ട് വരുന്നുണ്ട്, ഈ ശരീരത്തോട് പോകാൻ പറ്റില്ല. പിന്നെ അവിടെ എങ്ങനെ ഒരു കണ്ട സാക്ഷികളുണ്ടാവും? കുറച്ചുകൂടെ ആഴത്തിൽ നിങ്ങൾ ചോദിക്കുകയാണ്, ഞാൻ ആഴത്തിൽ ഉത്തരം പറയേണ്ടി വരും. ഈ വ്യക്തി ഒരു യോഗിയാണ് എങ്കിൽ, ആ യോഗിയാണല്ലോ, ഈ വ്യക്തിയുടെ ഉള്ളിൽ വേറെ പല സാധനങ്ങളും ശക്തികളുണ്ട്. എന്തായിരിക്കും? ഇയാളകത്ത് ഇയാൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അദൃശ്യമായ വേറെ ശക്തി ഇയാളെ ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് മിക്കവർക്കും കാണും. ആത്മാവ് കൂട് വിട്ട് കൂടുമാറുന്നു, ഇവിടെ നിന്ന് നേരെ അപ്പുറത്ത് പോയിട്ട് ഒരേ സമയം പ്രവർത്തിക്കുന്നു, തിരിച്ചു വരുന്നു. യോഗികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. യോഗികൾക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് കിട്ടുകയുള്ളൂ. സാധാ മനുഷ്യരെ അവരെ സ്വാധീനിക്കില്ല. സ്വാധീനിക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ യോഗികൾ എന്ന് പറയുമ്പം അവർ ഏതെങ്കിലും ഒരു ശക്തിയുടെ കീഴിലായിരിക്കും അവർ യോഗിയാവണത്. അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് ദൈവത്തിൻ്റെ ആ സൃഷ്ടാവായ ദൈവം നേരിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യില്ല. ഇൻഫർമേഷൻ തരികയും കാര്യം ചെയ്യണമെങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഈ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് അനേക മുക്കോടി എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അതിൽ ഏതെങ്കിലും ഒരു സാധനം, അതിനാണ് ഉപാസന മൂർത്തി അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, അതേപോലെ ഏതെങ്കിലും ഒരു മെയിൻ ഒരു ആള് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ കൂടെ കാണും. ആ ആളായിരിക്കും ആ ആള് യോഗിയാക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യും. എൻ്റെ രൂപം സ്വീകരിച്ച് ചെയ്യാം. ഈ പുള്ളി ഈ ബോഡിയും വെച്ച് ഇവിടെ ഇരിക്കാനേ പറ്റുള്ളൂ. അകത്തിരിക്കുന്ന ഹെൽപ്പർ എന്ന് പറയുന്ന സാധനം വേറെ ഡയമെൻഷനിൽ നിൽക്കുന്ന വേറെ, അത് പലരെ സഹായിക്കാൻ നിൽക്കുന്ന സാധനം സഹായിക്കും. ചില സ്ഥലത്തൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും മുതുവിൽ കൈ കൊണ്ട് കറക്റ്റ് അടിച്ച് തള്ളിയിടും. ഒരാൾ രൂപത്തെയും കാണും, മിസ്സായി പോകും. അത് സഹായിക്കാൻ പറഞ്ഞ സാധനമാണ് അല്ല, പക്ഷേ രൂപമല്ലേ. ഈ രൂപം ഏത് രൂപം കൊടുക്കാം, അതേപോലെ ഒന്ന് സഹായിക്കും. യൂട്യൂബിൽ വല്ലക്കത്തിൽ ഒരു പടം ഉണ്ടാകത്തില്ല, ഒരു റിക്ഷയിൽ ഒരു കൊച്ചിനെ തള്ളിക്കൊണ്ട് പോയിട്ട് പെട്ടെന്നൊരു മിന്നൽ ഒരാൾ മാറുന്നു. ഇതൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. ഇവർക്ക് വേണമെങ്കിൽ ഇവർക്ക് മനുഷ്യരൂപം അവർക്ക്, ഞാൻ പറയാം, അവർക്ക് 3 ഡയമെൻഷനും അവർക്ക് അംഗീകരിക്കാം. അവർ അതിലുണ്ട്. ഇപ്പോൾ 3 ഡയമെൻഷൻ നിൽക്കുന്ന കാര്യങ്ങൾ, ആ മനുഷ്യരൂപം കാര്യങ്ങളെല്ലാം അവർക്ക് എടുക്കാൻ പറ്റും. അതിൽ അപ്പുറത്തോട്ട് ടെക്നോളജി അവർക്കുണ്ട്. അവർ ടെക്നോളജി അവർ മുന്നിലാണ് നിൽക്കുന്നത്. 3 ഡയമെൻഷനിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് സാങ്കല്പികമായ ഒരു ശരീരം, നമ്മളെപ്പോലൊരു ശരീരം ഉണ്ടാക്കാൻ അവർക്ക് ഈസിയാണ്. ചെയ്യുന്നു, ടപ്പന അവർ പുറത്തിൽ പോകുമ്പോൾ അതങ്ങ് പോകും. ഈ യോഗികളും അങ്ങനെ തന്നെയാണ്. യോഗികളൊക്കെ സഹായിക്കാനായിട്ട് എല്ലാവരിലും ഇങ്ങനെ ഓരോ ശക്തികൾ. ഞാൻ പറയും, എൻ്റെ കൈ പിടിച്ച് ഏതൊരു ശക്തി എന്നെ കൊണ്ടുവന്ന് പറഞ്ഞില്ലേ, അത് എൻ്റെ കൂടെ എന്നെ സഹായിക്കാൻ നിൽക്കുന്ന ഒരു ശക്തിയാണ്. അതേപോലെ ആ തസ്മൈ ഗുരുവിൻ്റെ പിറകെ ഒരു ശക്തി കാണും, ഏതെങ്കിലും ഒരു ആത്മാവ് ആരെങ്കിലും കാണും. ഈ പുള്ളിക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ എല്ലാവർക്കും കാണും. അത് ഈ ദൈവിക ലെവലിൽ നിൽക്കുന്നവർക്ക് അതൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർക്ക് ആ ദൈവിക ലെവലിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റണത്. അവരെ ഹെൽപ്പ് ചെയ്യണതും അവരെ സംസാരിക്കണതും ഒക്കെ ഈ ശക്തികൾ അവരെ ഹെൽപ്പ് ചെയ്യും. നമുക്കറിയില്ല, സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കൈലാസം അല്ലെങ്കിൽ അങ്ങനെയുള്ള താഴ്വരകൾ പോകുന്നു, ധ്യാനത്തിലിരിക്കുന്നു. ബാബാജിയുടെ ഭക്തനാണ്. ബാബാജി ഇന്നും ഉണ്ടെന്നാണ് ഒരു വിശ്വാസം. ഉണ്ട്. കാരണം ബാബാജിയുടെ ആത്മാവ് ഇപ്പോഴും അല്ലെങ്കിൽ ചില ബാബാജിയുടെ ആത്മാവ് തന്നെ ചില സമയത്ത് രജനീകാന്തിനെ വേണമെങ്കിൽ ഉപയോഗിച്ച് തിരിയും. അതിന് യോഗ്യനാണ്, ഈ പുള്ളിയിലൂടെ എനിക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റും, ഇയാൾ എൻ്റെ ഭക്തനാണ്, എന്നെ ആശ്രയിക്കുന്ന ആളാണെങ്കിൽ അയാളെ എനിക്ക് ബാബാജിക്ക് ഉപയോഗിക്കാം. തൽക്കാലം കയറുന്നു, ആ കാര്യം ചെയ്യുന്നു, മാറുന്നു. ആ പുള്ളിയിലേക്ക് സ്വാധീനിച്ചിട്ട് ചെയ്യേണ്ട കാര്യം ചെയ്യാം. അങ്ങനെ അതാണല്ലോ ഇപ്പം നമ്മൾ ബാധ കയറുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സിനിമയിൽ കാണുന്ന നാഗവല്യ ശക്തി കയറി ആ പുള്ളി അത് ചെയ്യണമെന്നില്ലേ. അതേപോലെ പോസിറ്റീവ് ശക്തികൾക്ക് നല്ല കഴിവുണ്ട്. അവർ വന്നിട്ട് പോസിറ്റീവ് കാര്യം ചെയ്തിട്ട് അവർ മാറിത്തരും. അവിടെ കിടന്ന് ഈ വേലത്തരങ്ങളും അട്ടാസങ്ങളും കാണിക്കുമ്പോഴാണല്ലോ നമ്മൾ അയ്യോ ബാധ കയറി എന്ന് പറയുന്നത്. വന്ന് പോസിറ്റീവ് കാര്യം ചെയ്തിട്ട് പോയത് ഈ രോഗങ്ങളൊക്കെ ഒന്ന് മാറ്റുന്നു. ഈ മനുഷ്യനാണ് മാറ്റുന്നത് അല്ല. അപ്പോൾ ഈ ശക്തിയാണ് അവനിലേക്ക് വന്നിട്ട് ആ ശക്തി ഇവൻ്റെ കയ്യിലൂടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, മാറിപ്പോകുന്നു. ഇപ്പം ഞാൻ തന്നെ ഉപദേശിക്കുകയാണ്, ഞാനല്ല ഉപദേശിക്കുന്നത്, എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് എന്നെ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ നല്ല എനർജി അനുഭവപ്പെടുന്നു എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ എനർജി ആണ് ഇവരുടെയൊക്കെ ശക്തിയാണത്. ഇത് എല്ലാ യോഗിയിലും ഇങ്ങനെയുള്ള ചെയ്യുന്നത്. ഇപ്പോൾ ദാനം ചെയ്യുന്ന വ്യക്തികളുണ്ട്, ഒരുപാട് പേര് അന്നദാനം ചെയ്യുന്ന വ്യക്തികളുണ്ട്, ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. അവരിലൊക്കെ ഇപ്പം ഒന്നും വേണ്ട, യൂസഫ് അലി, അയാൾക്ക് കുറച്ച് ദാനം ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അയാളല്ല ചെയ്യണത്, അയാളെ ഏതോ ശക്തി സ്വാധീനിക്കുന്നുണ്ട്. ആ ശക്തിയാണ് അയാളിലൂടെ ഇതൊക്കെ ചെയ്യുന്നത്. സാധാ ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ രത്തൻ ടാറ്റയും അങ്ങനെയാണ് ആയിരിക്കാം. രത്തൻ ടാറ്റ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഒരുപാട് വ്യക്തികളെ ഈ ശക്തികൾ സ്വാധീനിച്ച് അവരുടെ രീതിയിൽ നിർത്തിയിട്ടുണ്ട്. ആ വ്യക്തികളെ ഇവർക്ക് ഉപയോഗിക്കാം.
ഇവർ ഉപയോഗിച്ച് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. MI യൂസഫ് അലിയും രത്തൻ ടാറ്റയൊക്കെ ഈ ശക്തികളുടെ ശക്തികൾ പിൻബലത്തിലാണ് ഇത്രയും സർവീസുകൾ ചെയ്യുന്നത്. അപ്പോൾ ആ ശക്തികൾ തന്നെ അവർക്ക് ഉയർച്ചയും കൊടുക്കും. അവർ ഉയർച്ചയും കൊടുക്കും, ദാനവും ചെയ്യും. കാരണം അവർക്ക് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യണം. ഇത് ഒന്നും വേണ്ട, ചിലപ്പോൾ മരിച്ചു പോയ സ്വന്തം അപ്പൂപ്പനായിരിക്കാം, അയാൾക്ക് പറ്റിയിട്ടില്ല, എനിക്ക് ഒരുപാട് ഞാൻ ഒരു പരിവായപ്പോഴത്തേക്ക് ഞാൻ മരിച്ചുപോയി, പക്ഷേ എൻ്റെ ആത്മാവിന് ഒരുപാട് ആൾക്കാരെ സഹായിക്കണം. അപ്പം ഈ ദൈവിക ശക്തികൾ പറയും, ഒരു കാര്യം ചെയ്യും, തൽക്കാലം നീ ഭൂമിയിൽ നിന്ന് നിൻ്റെ ആഗ്രഹം തീർത്തിട്ട് വാ എന്ന് പറഞ്ഞ് അവർ വേണമെങ്കിൽ നമ്മളെ, അതുകൊണ്ടാണ് ഈ അമ്പലത്തിലൊക്കെ അങ്ങനെ മൂർത്തി വെക്കുന്നത്. അതെ അതെ. പക്ഷേ ഇപ്പോൾ ഉള്ള മൂർത്തിയും കാര്യങ്ങളൊക്കെ കുറേ ഉടായ്പം ആണ്, എനിക്ക് ഒറിജിനലാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ സങ്കല്പം ദൈവിക സങ്കല്പമാണ്. മുസ്ലിങ്ങൾ എന്തിനാണ് ഖബർ വെക്കുന്നത്? ഖബർ വെച്ചിട്ട് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആത്മാവിനെ ആ ദേശത്തുള്ള ജനങ്ങളുടെ രക്ഷയ്ക്കും സഹായത്തിന് വേണ്ടി ഈ തങ്ങൾ അല്ലെങ്കിൽ ഈ വ്യക്തിയെ ഉപയോഗിക്കുന്നു. അത് അള്ളാഹുവാണ് അവരെ ആ ജോലി കൊടുത്തത്, അല്ല അള്ളാഹു നേരിട്ട് വന്ന് അവിടെ ചെയ്യുന്നത്. അള്ളാഹു പ്രപഞ്ചം മൊത്തം പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്ക് ഈ ഭൂമിയിൽ വന്ന് ഈ അപ്പുറത്തെ ജംഗ്ഷനിൽ കിടന്നത്, അപ്പോൾ ആ ജംഗ്ഷനിൽ അതിന് വേണ്ടി ഒരു കൂടെ ശക്തൻ നിന്ന് ഒരാളെ ഉപയോഗിക്കും. അതേപോലെ ഉപയോഗിക്കും. അവർ വന്ന് നമ്മളെ സ്വാധീനിച്ച് നമ്മുടെ ഉള്ളിലൂടെ വന്ന് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്, ചെയ്തിട്ട് പോവുകയും ചെയ്യും. ഈ വ്യക്തി പോലും തിരിച്ചറിയില്ല. പക്ഷേ ഈ വ്യക്തി പറയും, ഞാൻ മെനിഞ്ഞാന്ന് രാത്രി യാദൃശ്യമായിട്ട് എൻ്റെ അപ്പൂപ്പനെ ഞാൻ കണ്ടു. അപ്പോൾ ഉണ്ട് കൂടെ, അതുകൊണ്ടാണ് ഇടയിൽ കാണുന്നത്. ഈ ഏലിയൻസിനെ നിയന്ത്രിക്കുന്നത് ഈ വലിയ ശക്തിയാണോ, ഈ പ്രപഞ്ചശക്തി? പിന്നെ പ്രപഞ്ചശക്തിയുടെ സൃഷ്ടികളിൽ വളരെ ചെറിയ മനുഷ്യനെ കാട്ടിയും കുറച്ചുകൂടി ടെക്നോളജി കൂടിയ സാധനങ്ങളാണ് ഈ ഏലിയൻസ്. അവർ നമ്മളെ കാട്ടിയും ടെക്നോളജി കുറച്ച് കൂടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അവരും ഈശ്വരനിൽ വിശ്വസിക്കണം, നമ്മളെ പോലെ ഇതുപോലെ ഈശ്വരൻ വിശ്വസിച്ച് സംസാരിക്കുന്നുണ്ടോ? പ്രാർത്ഥിച്ചും ഒക്കെ ചെയ്ത് തന്നെയാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ നമ്മളെ പോലുള്ള ഈ ചിന്താഗതി ആയിരിക്കില്ല അവരുടെ ദൈവം മറ്റൊരു ഏലിയനായി, അവരുടെ രൂപത്തിൽ, അവർ കണ്ട ഭാവത്തിലായിരിക്കും അവർ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുന്നത്. പല ഡയമെൻഷൻസിലും പല ലെവലിലുള്ള അതൊക്കെ ആ വേറെ ഗ്രഹത്തിലൊക്കെ ഉള്ള മനുഷ്യരായിട്ട് നമ്മൾ പറയും. അവർ പറയും ഭൂമിയിൽ ഉള്ള ഏലിയൻസ് നമ്മളെ പറയും. പക്ഷെ അവർ നമ്മളത്ര പഠിത്തവും വിവരമില്ലാത്ത, നമ്മളത്ര ടെക്നോളജി ഇല്ലാത്ത ഏലിയൻസ്. പക്ഷേ സൂക്ഷിക്കണം, അവർ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കണം. ഏത് നിമിഷമാണ് അവർ വണ്ടി എടുത്ത് ഇവിടെ വരാം എന്ന് പറയാം. ഈ ഡയമെൻഷനിലോട്ട് ഇതിൽ വന്നാൽ സാധ്യതയുണ്ട്. നമുക്ക് അതിന് മുമ്പ് ഫിഫ്ത്തിലോട്ട് പോകാൻ വല്ലതും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചു. ഈ ഇന്റർവ്യൂ ഞങ്ങളുടെ ചാനലിൽ തരണമെന്ന് ദൈവം നിശ്ചയിച്ചാണോ? ഞാൻ പല ആവർത്തി ഞാനിത് പബ്ലിഷ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് കാലം ഞാൻ ചോദിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾക്ക് കൊടുക്കണം. ഒന്നും നീ അമ്മയ്ക്ക് വെക്കരുത്, അത് കൊടുക്കേണ്ടത് തന്നെയാണ്. പക്ഷേ സമയമായില്ല, സമയമാകുമ്പം പറയാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ശക്തി എന്നെ നിയന്ത്രിച്ച് നിർത്തും. എനിക്കാണെങ്കിൽ വെപ്രാളമാണ്, നാട്ടിലും പറയണം. ഞാൻ ഈ പറയുന്ന വ്യക്തികളൊന്നും അങ്ങോട്ട് മാനിക്കുകയില്ല, ശ്രദ്ധിക്കരുത്. പിന്നെ എന്തോ വിടുവായി പറയുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ കേൾക്കാനും ഗ്രഹിക്കാനും ഒരു ലെവൽ കഴിഞ്ഞവർക്കേ അത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സുള്ളൂ. പക്ഷെ അങ്ങനെയുള്ളവരെ എനിക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ നിർത്തി വെച്ചിട്ട് ഇപ്പോൾ എത്രയോ നാളുകൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും ഈ ഞാൻ പറഞ്ഞ ബ്രെയിൻ അവരെ മാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞൊക്കെ വന്നപ്പോഴത്തേക്ക് ഇതൊക്കെ എനിക്ക് എന്താണെന്ന് അറിയിക്കണമല്ലോ എന്ന് പറഞ്ഞപ്പം അറിയിക്കണം എന്ന് കിട്ടി. ഈ അറിയിപ്പ് കൊടുക്കണം എന്നുള്ളത് ദൈവ നിശ്ചയം തന്നെയാണ്. കാര്യം ദൈവവും ടെക്നോളജിയിലോട്ടാണോ അതോ ദൈവം തന്നെയാണ് ടെക്നോളജി. ഇതിൻ്റെ ഹയർ ടെക്നോളജി എന്നേ ഉള്ളൂ. ഈ ദൈവത്തിൻ്റെ അല്പ ടെക്നോളജി മനുഷ്യന് കൊടുത്തു. അതിൽ നിന്ന് സ്വപ്പം കൂടെ ഈ നമ്മളെ ഫോർത്ത് ഡയമെൻഷനിലുള്ളവർക്ക് കൊടുത്തു, ഫിഫ്ത്തിലുള്ളവർക്ക് കുറച്ചുകൊണ്ട് ടെക്നോളജി കൊടുത്തു. ഈ ഫുൾ ടെക്നോളജി ഒരാൾ കെട്ടിക്കഴിഞ്ഞാൽ അവന് വേണമെങ്കിൽ മറ്റൊരു പ്രപഞ്ചം ഉണ്ടാക്കാം. ദൈവത്തിൻ്റെ ഫുൾ ടെക്നോളജി വെച്ച് പറഞ്ഞു കൊടുത്താൽ വേറെ പ്രപഞ്ചം ഉണ്ടാക്കി അവന് ഇങ്ങനെ മറ്റൊരു ദൈവമായിട്ട് പോവാം. ദൈവം ചെയ്യില്ലല്ലോ, അതൊക്കെ ചെയ്യും. ലോകാവസാനം ഉണ്ടോ? ലോകമല്ല, ഈ കാലഘട്ട അവസാനമുണ്ട്. അതാണ് ഞാൻ ഇപ്പം പറഞ്ഞത്, തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന് അവസാനമില്ല. അത് എന്തെങ്കിലും ഒരു സമയത്ത് ഈ ഭൂമി നശിക്കും. ഇഷ്ടംപോലെ വേറെ ഭൂമികളുണ്ടല്ലോ, വേറെ ഇതേപോലെ ഗ്രഹങ്ങൾ ഇഷ്ടംപോലെ ഇവിടെ എല്ലാം ഉണ്ട്. അവിടെ വേറെ കൃഷി തുടങ്ങും. ഇതൊരു കൃഷിയാണ്, ദൈവം നടത്തുന്ന ഒരു ആത്മാവിൻ്റെ കൃഷിയാണ് ഈ നമ്മളെ ഭൂമി എന്ന് പറയുന്നത്. ഇത് വേണ്ട തോന്നിക്കഴിഞ്ഞാൽ പുള്ളിക്ക് ഇത് വേണ്ട തോന്നിക്കഴിഞ്ഞാൽ അത് നശിപ്പിച്ച് കളഞ്ഞിട്ട് നശിക്കണം ഉണ്ടല്ലോ. ഇപ്പോൾ പറഞ്ഞാൽ ബ്ലാക്ക് ഹോളിൻ്റെ അകത്ത് കയറി എവിടെയെങ്കിലും ചെയ്ത് അങ്ങ് നശിച്ചു പോകും. എന്നിട്ട് വേറെ ഈ ആത്മാക്കളൊക്കെ തന്നെ വേറെ രൂപത്തിലൊക്കെ വേറെ എവിടെയെങ്കിലും അടുത്ത കൃഷി ചെയ്യാം. ഇപ്പോഴേ പലയിടത്തും ഉണ്ടല്ലോ. നമ്മളെ പോലുള്ള ഇത്തിരി കണ്ണ് മൂക്കൊക്കെ വ്യത്യാസങ്ങൾ വന്ന് പൊക്കം കൂടിയും കയ്യും കാലും 3-4 ഉള്ളതും ഒക്കെ ആയിട്ട് ഈ പ്രപഞ്ചത്തിൽ പലയിടത്തും ഉണ്ട് പല രൂപങ്ങൾ. നമ്മൾ ഇതേപോലുള്ള മനുഷ്യനെ അന്വേഷിച്ച് നടക്കണോണ്ടാണ് കിട്ടാൻ പാട്. ജീവികളെ അന്വേഷിക്ക്, ചന്ദ്രനിൽ വരെ ഉണ്ടല്ലോ. ദൈവം പറഞ്ഞു തന്നു ചന്ദ്രനില് ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളാണ്. ജീവികളുണ്ടോ ചോദിക്കുമ്പോൾ ഉണ്ട്. അതെന്ത് നമുക്ക് കാണാൻ പറ്റാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാം. എനിക്ക് ഒരു ഉദാഹരണം ഉപമ പോലെ പറഞ്ഞു തരും. ഭൂമിയിൽ അത്ര ടെക്നോളജി വികസിക്കാത്ത ഒരു ഗ്രഹത്തിലെ അടുത്തുള്ള ഗ്രഹത്തിലൊരു മനുഷ്യർ ആദ്യമായിട്ട് ഒരു ചെറിയൊരു സാറ്റലൈറ്റ് പോലത്തെ ഒരു സാധനം ഇങ്ങോട്ട് അയച്ചൊരു റോക്കറ്റ് വിട്ടിട്ട് നമ്മളിവിടുത്തെ ഥാർ മരുഭൂമിയിൽ അത് വന്ന് വീഴുന്നു. അതങ്ങോട്ടൊരു ക്യാമറ പൊക്കിയിട്ട് ചുറ്റും ഇങ്ങനെ നോക്കിയിട്ടാണ് ഈ ഗ്രഹം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മണലാണ്, ഇവിടെ മനുഷ്യരേ ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് നമ്മളൊന്ന് ചന്ദ്രയാനിലൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ച്വലി കാര്യം. ഇതങ്ങ് കിടക്കാൻ ഇഷ്ടം പോലെ അകത്തും പുറത്തും ഗുഹയ്ക്കകത്ത് അവിടെയൊക്കെ അന്വേഷിച്ചാലല്ലേ അവിടുത്തെ ജീവികളെ കിട്ടുള്ളൂ.
ഇത് ഏതെങ്കിലും ഒരു മൂല വന്നിട്ട് ചെറിയൊരു സാധനം പൊങ്ങി എന്നിട്ട് ചുറ്റാകെ ഒന്ന് കറങ്ങി ഇത്തിരി ഇനി അങ്ങോട്ട് നീങ്ങി ഒന്ന് നോക്കും. ഇപ്പോൾ ഒരു താർ മരുഭൂമിയിൽ വന്ന് നിന്നിട്ട് ഒന്നും വേണ്ട, നമ്മളെ കാട്ടിൽ തന്നെ ഒരു സാധനം വന്ന് വിഴുന്നിട്ട് ഒരു 1-2 കിലോമീറ്റർ കറങ്ങി നോക്കി കഴിഞ്ഞാൽ എന്താണ് കാണുന്നത്? നമ്മളെ പോലത്തെ ഈ വീട് വല്ലതും കാണുമോ? ഇല്ല. അതേപോലെയാണ് നമ്മൾ അവിടെയൊക്കെ പോയി ഇങ്ങനെ അത്രേ വികസിച്ചിട്ടുള്ളൂ. ISROയിൽ പക്ഷേ ഇപ്പോൾ ചെയർമാൻ പറഞ്ഞത് ഏലിയൻസ് ഉണ്ടെന്നും മറ്റൊരു ഗ്രഹം ഉണ്ടെന്നും ഞാൻ പറഞ്ഞല്ലോ. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ അടുത്ത ആ റേഞ്ചിലുള്ള സാധനം, 4th ഡയമെൻഷനിലുള്ള സാധനത്തിൻ്റെ ചെറിയ രൂപങ്ങളൊക്കെ കിട്ടത്തക്ക രീതിയിലുള്ള ക്യാമറയെ കണ്ടെത്താം. അപ്പോൾ പൂർണ്ണ രൂപം കിട്ടിയില്ലെങ്കിലും ഈ ഇങ്ങനൊരു സാധനത്തിനെ കാണുന്നൊരു ക്യാമറ അതൊക്കെ ഇനി വരും. അങ്ങനെ തെളിഞ്ഞ് വരും. ഈ കാര്യങ്ങളെല്ലാം തെളിഞ്ഞ് വരും. ഭാവിയിൽ വേണമെങ്കിൽ അടുത്ത ടെക്നോളജി വികസിച്ച് എന്തെങ്കിലും ഒരു വാഹനത്തിലെല്ലാം കയറി അടുത്ത ഡയമെൻഷനിലോട്ട് വരെ പോയതൊക്കെ കണ്ടിട്ട് വരണ ലെവലിൽ വരാൻ ചെയ്യാം. പക്ഷെ അത് 10,000, 2,000, 3,000, 1,000 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് പഠിച്ച ടെക്നോളജിയും കാര്യങ്ങളും കൊണ്ട് നമ്മൾ വേറെ ഗ്രഹത്തിലോട്ടൊക്കെ പോയിട്ട് അവിടെ അന്ന് കമ്പും കൊടിയും വെച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെടുത്ത് നമ്മൾ അറിയിപ്പ് കൊടുക്കും. ഇങ്ങനെയാണ്ട് നമ്മളെ തോക്ക കളപ്പം അവർ ദൈവം വന്നു എന്നും പറഞ്ഞ് അവർ ചിലപ്പോൾ നമ്മളെ കണ്ട് തൊഴുതൊക്കെ നിൽക്കും. പണ്ട് കാലങ്ങളിൽ അങ്ങനെയാണ് ഇവിടെയും തുടങ്ങിയത്. ടെക്നോളജി ഇതിനെക്കോട്ട് വികസിച്ച ഗ്രഹത്തിൽ നിന്ന് അന്നത്തെ ടെക്നോളജി സയന്റിസ്റ്റുകൾ ഇവിടെ വന്ന് അവരെ ടെക്നോളജി വെച്ച് വീടുണ്ടാക്കി, കാടുണ്ടാക്കി, ഇവിടെയൊക്കെ ഇവർ നമ്മളെയൊക്കെ സഹായിച്ച് ഇവിടെയൊക്കെ ഇറങ്ങി വന്നതാണ്. നമ്മളിപ്പം പലതും അയ്യോ ദൈവം എന്നൊക്കെ പറഞ്ഞ് പല സാധനങ്ങളെയും നമ്മൾ അവരെ ഫോട്ടോയൊക്കെ വെച്ച് അവരെ പടമൊക്കെ ഉണ്ടാക്കി നാളെ സമയത്ത് നമ്മളും ചിലപ്പോൾ വേറെ ഗ്രഹത്തിൽ പോയിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇപ്പം തന്നെ ഈ പറയുന്നുണ്ട് മുരുകനാണ് ഇവിടെ വന്ന് നമ്മളെ ഇതെല്ലാം പറഞ്ഞു തന്നത്. മുരുകൻ ലോകം മൊത്തം കറങ്ങി നടന്ന ആളാണ്. മുരുകനാണ് വന്ന് നമുക്ക് ഈ ശാസ്ത്രം ജ്യോതിഷം പറഞ്ഞു തന്നിട്ട്. ഈ മുരുകൻ എന്ന് പറയുന്നത് ദൈവം ഏതോ ഗ്രഹത്തിൽ നിന്ന് ടെക്നോളജി വികസിച്ച ഏതോ ഒരു ദൃശ്യശക്തി ഇവിടെ വന്ന് അവർ പഠിച്ച ടെക്നോളജി നമുക്ക് തന്നിട്ട് പോയി. ജ്യോതിഷം പറഞ്ഞു തന്നിട്ട് പോയി. ആ കണക്കും കാര്യങ്ങളും പറഞ്ഞു തന്നിട്ട് പോയി. നമ്മളിപ്പോൾ എത്രയോ വർഷം കഴിഞ്ഞ് 5,000, 6,000, 7,000, 10,000 വർഷം കഴിഞ്ഞ് നമ്മൾ അതൊക്കെ ആ ടെക്നോളജിയിൽ എത്തിയപ്പോൾ ജ്യോതിഷം കറക്റ്റ് ഇപ്പോഴാണ് ഉരുണ്ടതാണെന്നും ഈ ദൂരം അങ്ങനെ കറങ്ങുന്നു, വക്രം തിരിച്ച് കറങ്ങും, ഇതൊക്കെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ്. ഇത് പണ്ട് ടെക്നോളജി വികസിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സമൂഹം ഇവിടെ വന്ന് അവർ പഠിച്ച ടെക്നോളജിയിൽ കുറച്ച് പറഞ്ഞു കൊടുത്തിട്ട് പോയതാണ്. അതിപ്പം അവരിപ്പോഴും ഉണ്ടായിരിക്കാം, ഇപ്പോഴും ഉണ്ട്. പക്ഷേ അടുത്ത ഡയമെൻഷനിൽ നിന്നുകൊണ്ട് ഇപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ ഡയമെൻഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ ദുഷ്ടനായ മനുഷ്യൻ അവൻ്റെ ടെക്നോളജി വെച്ച് മുരുകൻ ചിലപ്പോൾ ഏലിയനോ വരിക, പറയാൻ പറ്റൂല. ഏലിയനോ ആവാം, പറയാൻ പറ്റൂല. ചിലപ്പം അത് വേറെ ഗ്രഹത്തിൽ നിന്ന് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അദൃശ്യ ശക്തി. ഇപ്പോൾ സയൻസ് പറയുന്നുണ്ടല്ലോ, നമ്മൾ വേറെ ഗ്രഹത്തിൽ നിന്ന് അവരുടെ DNA-യിൽ നിന്ന് അവർ സൃഷ്ടിച്ച് വെച്ചാണ് നമ്മൾ മനുഷ്യരെന്ന് പറയുന്നുണ്ട്. ഏലിയൻസിൻ്റെ മക്കളാണ് നമ്മളെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പലതും തെളിഞ്ഞ് വന്ന് ഇതൊക്കെ തെളിഞ്ഞ് വരും. പക്ഷെ അതിനുള്ള മെഷീനും സാധനങ്ങളും കണ്ടെത്തണ്ടേ? കണ്ടെത്തിനാണ്ട് ഫോട്ടോ ഒക്കെ എടുത്താലല്ലേ ഇവിടുത്തെ ശാസ്ത്രം ഇതൊക്കെ അംഗീകരിക്കുകയുള്ളൂ. വെയിറ്റ് ചെയ്യാം. പറയാൻ പറ്റൂല. നമ്മളെ തലമുറകൾക്ക് ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ ലൈവായി കാണാനുള്ള ഫോട്ടോസൊക്കെ നേരത്തെയൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇവരങ്ങോട്ട് അറ്റാക്ക് ചെയ്യാനും അവരെ വാഹനങ്ങൾ അടിച്ചിടാനും അവരെ പിടിച്ചുകൊണ്ട് പോയി കീറി മുറിക്കാനൊക്കെ തുടങ്ങി. അവർ മനുഷ്യരല്ലേ, നമ്മളെ പോലെ ഏലിയൻസ്. നമ്മൾക്ക് ടെക്നോളജി വികസിച്ചെന്നേ ഉള്ളൂ. അവർക്കും ഉണ്ട് ഫാമിലിയും മുറിവും വേദനയൊക്കെ അവർക്കും ഉണ്ട്. പക്ഷെ അവരെന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അവരാ നിയമം പാലിക്കുന്നു. ഇപ്പോൾ പ്രപഞ്ചത്തിൽ അവർക്ക് അവരുടെ ദൈവത്തെ അവർ ഭയപ്പെടുന്നു. അവരുടെ ദൈവം അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഈ മനുഷ്യരെന്ന് പറഞ്ഞാൽ ബുദ്ധിത്തിരി കുറഞ്ഞ ജീവികളെ ഒന്നും ചെയ്യരുത്, ബുദ്ധിയില്ലാത്ത ജീവികളെ, നിങ്ങൾ അത്ര ബുദ്ധിയില്ലാത്ത ജീവികളെ നിങ്ങൾ കയറി അറ്റാക്ക് ചെയ്തിരുന്നു. അവരുടെ ദൈവം പ്രപഞ്ച സൃഷ്ടാവായ വേറെ വഴിയിലൂടെ അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നതുകൊണ്ടാണ് അവർ മാറിക്കളയണത്. ഇല്ലെങ്കിൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വലിയ സമയം ഒന്നും വേണ്ട. അതാണ് ഞാൻ കാര്യം. ഒരു സമയം കഴിയുമ്പം അവർക്ക് വിട്ടുകൊടുക്കും. ഈ പോയി നശിപ്പിച്ചോ എന്നൊരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഇത്ര നാളത്തെ ദേഷ്യം കൂടെ തീർത്തിട്ട് പോകും. ഏലിയൻസ് ഞാൻ പറഞ്ഞില്ലേ, സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ഏലിയൻസൊക്കെ ഭൂമിയിൽ വരുന്നതെന്നും നശിപ്പിക്കണമെന്നും ഏട്ടൊക്കെ ഞാൻ പല സ്വപ്നങ്ങൾ കണ്ടെന്ന് പറഞ്ഞില്ലേ. ഭാവിയിൽ അതൊക്കെ നടക്കും. മനുഷ്യന് ഒരു ലെവൽ കഴിയുമ്പോൾ ഈ ദൈവം നേരിട്ട് കമ്പം കൊണ്ടൊന്നും അല്ല ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെയൊക്കെ തന്നെ ഉണ്ട് പല സാധനങ്ങളും. അല്ലെ മനുഷ്യരാശി നശിപ്പിച്ച് കളയാം, ഇത് ശരിയാവില്ല എന്ന് അവർക്ക് എപ്പോൾ തോന്നുന്നു അവരെ അറ്റാക്ക് ചെയ്യും. ഇപ്പം ഏതോ നമ്മളെ ദൈവം തന്നെ പിടിച്ചു വെച്ചേക്കുകയാണ്. ഇപ്പോൾ ഒന്നും ചെയ്യരുത്, നിങ്ങളെ മേഖല നോക്കിക്കോ, അവരവരുടെ നോക്കിക്കോളോ എന്ന് പറയും. ഇപ്പോഴും ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ടല്ലോ. ചില വ്യക്തികളൊക്കെ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവർ രാത്രിയൊക്കെ ആകുമ്പോൾ ഒറ്റയ്ക്ക് അവരെ മുമ്പിൽ ഏലിയന് വരണമെന്നും മൈൻഡ് ടു മൈൻഡ് ഇൻഫർമേഷൻ ചെയ്യണമെന്നും എടുത്തുകൊണ്ട് പോകണമെന്നും അവർ പരീക്ഷിക്കണമെന്നും ഒക്കെ ഇപ്പോഴും വെറുതെ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫോട്ടോയും കാര്യങ്ങളും ഉണ്ടെങ്കിലല്ലേ വിശ്വസിക്കും. ഫോട്ടോ വന്നാൽ പോലും പറയാതെ ഇനി പറയും അത് ഈ ടെക്നോളജിയാണ് നമ്മളെ പറ്റിക്ക് എടുത്ത ഫോട്ടോ തന്നെ ഇനി പറയുള്ളൂ. കാരണം അങ്ങനെയാണത്. അതൊക്കെ തെളിയണം. നാളെ സമയത്ത് ശാസ്ത്രം വികസിക്കുമ്പോൾ ഇതൊക്കെ തെളിയും. എന്തായാലും വളരെ സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ നമുക്ക് കഴിയും. താങ്ക് യു.